മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. ഭീഷണി സഹിക്കുന്ന, ഭയന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നിലവിളി. അവർ ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങളുടെ ഭീഷണികളെ നോക്കണമേ. ഇത്തരം ഒരു പ്രാർത്ഥന നിങ്ങൾ വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മെ ഭീഷണിപ്പെടുത്തുമ്പോൾ, നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുവാൻ കഴിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദൈവമക്കൾ എന്ന നിലയിൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു വലിയ ഒരു നൈതികതയുടെ ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. എങ്ങനെ നാം നമ്മുടെ ക്രിസ്ത്യൻ എത്തിക്സ്, ക്രിസ്തീയ വിശ്വാസത്തിലെ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ശത്രുക്കളാണെങ്കിലും അവർക്കെതിരെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എന്നൊരു ധർമ്മസങ്കടം നമ്മുടെ എല്ലാം ഉള്ളിൽ വരും. ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആദിമ നൂറ്റാണ്ടിലെ സഭ അവർക്കെതിരെ ഉണ്ടായ വലിയ പ്രോസിക്യൂഷൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹം നമ്മെ എതിർക്കുന്നവരും നമ്മെ ഉപദ്രവിക്കുന്നവരും നമ്മെ വെല്ലുവിളിക്കുന്നവരും എല്ലാം നമ്മെപ്പോലെ സമാധാനപ്രിയരായി മാറണമെന്നുള്ളതാണ്. പക്ഷേ നാം അവരുടെ കയ്യിൽ ഞെരിഞ്ഞ് അമരുമ്പോൾ, നമ്മുടെ കുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ, അയ്യോ കർത്താവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ശത്രു ഞങ്ങളെ തകർക്കാതെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാതെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തൊടാതെ സൂക്ഷിക്കണമേ എന്ന് ഉള്ളുരുകി സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ന്യായമല്ലേ? ശത്രുവിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി അല്ല നാം നിലവിളിക്കുന്നത്, മറിച്ച് കർത്താവെ, ആ ഭീഷണികൾ ഞങ്ങൾക്ക് നേരിടുവാൻ കഴിയുന്നില്ല, ഞങ്ങളെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞതുപോലെ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ഓരോ ദിവസവും ഭീഷണിയുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് പലരും ജീവിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിന്നുള്ള ഭീഷണി, പല ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവർ എങ്ങനെ അനീതിക്ക്, ഡിസ്ക്രിമിനേഷന് പാത്രമാകുന്നു എന്ന് കാണുമ്പോൾ, അവരുടെ നീതി, അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു. പലപ്പോഴും നമുക്കൊക്കെ എതിരെ, നമ്മിൽ പലർക്കുമെതിരെ നിൽക്കുന്നത് നമ്മളെക്കാൾ കരുത്തന്മാരാണ്, ശക്തന്മാരാണ്. നിയമം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നും അവരെ നേരിടുവാൻ നമുക്ക് കഴിയില്ല. നമ്മെക്കാൾ ശക്തന്മാർ, നമ്മെക്കാൾ ധനികന്മാർ, നമ്മെക്കാൾ സ്വാധീനമുള്ളവർ, സമൂഹത്തിൽ പിടിപാടുകളുള്ളവർ നമുക്കെതിരെ നിൽക്കുമ്പോൾ അവരുടെ ബൂട്ടുകൾക്ക് താഴെ ഞെരിഞ്ഞ് അമർന്ന് ഇല്ലാതായിത്തീരുമെന്ന് നാം ഭയപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, അവരുടെ ഭീഷണികളെ നോക്കണമേ. ഒരു വാക്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. 2 ദിനവൃത്താന്തം 14:11 ആസയുടെ പ്രാർത്ഥനയാണ്. ആസ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിൻ്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെക്കാൾ കരുത്തന്മാർ, ശക്തന്മാർ നിങ്ങൾക്കെതിരെ വാദിക്കുന്നത് കൊണ്ട്, നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട്, നിങ്ങളെ വെല്ലുവിളിക്കുന്നത് കൊണ്ട്, നിങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, ആശ്രയമറ്റവരെ പോലെ നിരാശരായി ഭീഷണിയുടെ മുഖത്ത് തകർന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ബലവാനും ബലഹീനനും
കാര്യമുണ്ടാകുമ്പോൾ കാര്യം തീർക്കുന്നവൻ യഹോവയാണ്. കാര്യം തീർക്കുന്നവങ്കിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളെ ഫലമേൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ, ഞങ്ങൾക്ക് നിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.